ക്ഷീരകർഷകരിൽ നിന്ന് പാൽ സംഭരിക്കുകയും വിപണനം ചെയ്യുകയും ദിനചര്യയാക്കിയ സ്ഥാപനങ്ങൾ മാത്രമാണ് പൊതുവെ ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നറിയപ്പെടാറുള്ളത്. എന്നാൽ വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള തരിയോട് ക്ഷീരസഹകരണ സംഘത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. പാൽ സംഭരണത്തോടൊപ്പം പച്ചക്കറി, മുട്ട, ഫാം ഫ്രഷ് മിൽക്ക് തുടങ്ങി വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു മികച്ച മാതൃകയായി തരിയോട് ക്ഷീരസംഘം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വയനാട് ജില്ലയിൽപ്പെട്ട തരിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘം കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച് ഓരോ പശുക്കളുടെയും പ്രത്യേകമായി കുപ്പിയിൽ നിറച്ച് അതിൽ കണ്ടുപിടിക്കാനുള്ള ട്രേസബിലിറ്റിയോടുകൂടി ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുകയുണ്ടായി. ഏകദേശം 40 ലക്ഷം രൂപ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും തരിയോട് ക്ഷീരസംഘത്തിന് ധനസഹായമായി നൽകുകയുണ്ടായി. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷകർക്ക് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി ഏറ്റവും ശുചിയായ സാഹചര്യത്തിൽ പാൽ ഉൽപ്പാദിപ്പിച്ച് ഓരോ പശുവിന്റെ പാലും ഓരോ ക്യാനുകളിലാക്കി സൊസൈറ്റിയിൽ നിന്നും വാഹനം അയച്ച് അതിൽ കൊണ്ടുവന്ന് സൊസൈറ്റിയുടെ ലബോറട്ടറിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് കുപ്പികളിൽ നിറയ്ക്കുന്നത്. അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് കളയാതെ 2 മണിക്കൂറിനുള്ളിൽ പശുവിനെ കറന്ന് 2 മണിക്കൂറിനുള്ളിൽ പാല് ഉപഭോക്താക്കൾക്ക് എത്തിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങളും സംഘത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഓട്ടോമേറ്റഡ് ആക്കി കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിൽ കൂടി ചെയ്തിട്ടുണ്ട്. സംഘത്തിൽ നിന്നും ക്ഷീരവികസന വകുപ്പിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നതിന് വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം, ഇൻഫർമേഷൻ കിയോസ്ക്, അതുപോലെ ലാബ് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത ലബോറട്ടറി, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തരിയോട് ക്ഷീരസംഘം വയനാട് ജില്ലയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ്. വില ഇടിഞ്ഞു പോകാത്ത കാർഷികോൽപ്പന്നമായി പാൽ വിപണി നിലനിൽക്കുന്നതിനാൽ ക്ഷീരമേഖലയോടുള്ള കർഷകരുടെ താൽപര്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ക്ഷീരകർഷകരിൽ നിന്നായി 4200 ലിറ്ററോളം പാലാണ് പ്രതിദിനം സംഭരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി ശേഖരിക്കുന്ന പാൽ കൃത്യമായി അളവ് രേഖപ്പെടുത്തി ഗുണനിലവാര പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കുന്നു. സംഘം കെട്ടിടത്തിൽ AMCU ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് മുഖേന സംഭരണം നടത്തുന്നു. 1971 ഈ സംഘം രൂപീകരിച്ചത്. സംഘം രൂപീകരിച്ചപ്പോൾ ഇപ്പോഴത്തെ ബാണാസുരസാഗർ പദ്ധതിയുള്ള തരിയോട് ടൗണിലായിരുന്നു സംഘം ഉണ്ടായിരുന്നത്. അങ്ങനെ സംഘം അവിടെ ബാണാസുരസാഗർ പദ്ധതി വന്നപ്പോൾ അവിടുന്ന് സംഘം മാറുകയും സംഘം വേറെ 2-3 സ്ഥലത്തേക്ക് മാറി ഒടുവിൽ സംഘത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ കാപ്പുവയലിൽ സംഘം വന്ന് പ്രവർത്തിക്കുന്നതിന് ഏതാണ്ട് ഒരു 30 വർഷം മുന്നെയാണ് കാപ്പുവയലിൽ ഒരു ചെറിയ റൂമിൽ വന്ന് സംഘം പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ഏതാണ്ട് ഒരു 4 വർഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാനൊക്കെ പ്രസിഡന്റായ ഒരു ഭരണസമിതി വരുന്നത്. അന്ന് സംഘത്തിൻ്റെ പാലിൻ്റെ അളവെന്ന് പറയുന്നത് 60 ലിറ്ററാണ്. അത് ശരിക്കും പറഞ്ഞ സംഘം പ്രവർത്തിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ പാലിൻ്റെ അളവുണ്ടായിരുന്നത്. ഇപ്പം സംഘത്തിനെ സംബന്ധിച്ചോളം ഏതാണ്ട് 4200 ലിറ്റർ പാല് സംഘത്തിൽ ദിവസേന കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ പ്രാദേശിക വിൽപ്പന വളരെ കുറവാണ്. ഒരു 100-250 ലിറ്റർ പാലാണ് നമുക്ക് പ്രാദേശികമായിട്ട് വിൽക്കാൻ പറ്റുക. ബാക്കി പാല് മിൽമയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പാൽ ഗുണനിലവാര പരിശോധന നടത്തുവാൻ മികച്ച ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് മിൽക്ക് അനലൈസറുകൾ കൃത്യതയോടെ പാൽ പരിശോധിച്ച് പാലിലെ ഘടകങ്ങൾക്ക് അനുസൃതമായി കർഷകർക്ക് വില നൽകുന്നതിന് സഹായിക്കുന്നു. ഗുണനിലവാര പരിശോധനയും വില നിർണ്ണയവും പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ തന്നെ ലഭിക്കുന്ന വിലയിൽ കർഷകരും തൃപ്തരാണ്.
തരിയോട് ക്ഷീരസംഘത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബൾക്ക് മിൽക്ക് കൂളർ BMCയിൽ പാൽ നന്നായി അരിച്ച് ശുദ്ധീകരിച്ച് 4 ഡിഗ്രി സെൽഷ്യസിൽ സംഭരിക്കുന്നു. എല്ലാ ദിവസവും മിൽമയിൽ നിന്നും മിൽക്ക് ടാങ്കർ എത്തിച്ചേർന്ന പാൽ ഡയറി പ്ലാന്റിലേക്കും തുടർന്നുള്ള സംസ്കരണത്തിനും വിപണനത്തിനുമായി കൊണ്ടുപോകുന്നു. തരിയോടിന്റെ വേറിട്ട പ്രവർത്തനമാണ് ഫ്രഷ് മിൽക്ക്. പേരുപോലെ തന്നെ ഡയറി ഫാമിൽ നിന്നുള്ള നറും പാൽ ഒട്ടും പുതുമ നഷ്ടപ്പെടാതെ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. സംഘത്തിന് വളർച്ചയുണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടിൽ പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു സംവിധാനം, അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വെള്ളക്കുപ്പിയിൽ ഒരു പശുവിൻ്റെ പാല്, അതായത് ഇപ്പോൾ ഒരു പശുവിന് 10 ലിറ്റർ പാല് കൊള്ളുമെങ്കിൽ 1/2 ലിറ്റർ വീതം നിറയ്ക്കുന്ന കുപ്പികളിൽ ബീറിൻ്റെ കുപ്പിയിൽ ഒഴിക്കുക. അത് ശരിക്കും 10 ലിറ്റർ പാലുണ്ട് 20 കുപ്പിയിൽ ഒഴിക്കും. 10-200 ഉണ്ടെങ്കിൽ ഞങ്ങൾ 200 കൂളറിലേക്ക് ഒഴിച്ചിട്ടാണ് ആ സംവിധാനം തുടങ്ങി. അത് 4 മണിക്കാണ് ആ പാല് കളക്ട് ചെയ്യുക. അതിന് ഓരോ പശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ നമ്പർ കൊടുക്കും. ആ നമ്പർ നമ്മുടെ കുപ്പീൻ്റെ മുകളിൽ ഒട്ടിക്കും. അങ്ങനെ വരുമ്പം പശുവിൻ്റെ ഇപ്പം എൻ്റെ പാലളക്കുകയാണെങ്കിൽ 34 എൻ്റെ പശുവിൻ്റെ നമ്പർ. ആ നമ്പർ ആണെങ്കിൽ ആ 34 എന്ന നമ്പർ ഞാൻ കൊടുക്കുന്ന പാലിൻ്റെ കുപ്പീൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്ത് അപ്പം നമ്മൾ രാവിലെ 4 മണിക്ക് പാല് ഇവിടുന്ന് 5:10 കൽപ്പറ്റ പ്രദേശത്താണ് അധികം വിൽക്കുന്നത്. 5:10 ഇവിടെ നിന്ന് പോയി ഏതാണ്ട് ഇപ്പോൾ ഒരു 8 മണിയോടെ നമ്മുടെ പാലിൻ്റെ വിൽപ്പന അവിടെ തീരുവാണ്. ഓരോ വീട്ടുകാരൻ്റെ വീട്ടുപടിക്കലാണ് ഈ പാല് കൊണ്ടുവെക്കുന്നത്. ഫാം ഫ്രഷ് മിൽക്കിനായി മികച്ച പരിപാലന മുറകളിൽ ശുചിയായി പശുവിനെ സംരക്ഷിക്കുന്ന ക്ഷീരകർഷകരെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിരാവിലെ 4 മണിക്ക് കറന്നെടുക്കുന്ന നറുംപാൽ ക്ഷീരകർഷകർ സംഘത്തിലെത്തിക്കുന്നു. ഗുണനിലവാര പരിശോധനകൾ നടത്തിയ ശേഷം മാത്രം പാൽ നന്നായി അരിച്ച് കോഡ് നമ്പർ ഉപയോഗിച്ച് ടാഗ് ചെയ്യുന്നു. ഒരു പശുവിന്റെ പാൽ മാത്രമേ ഒരു കുപ്പിയിൽ നിറയ്ക്കുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. പാൽ നിറച്ച കുപ്പികൾ അടപ്പുപയോഗിച്ച് സീൽ ചെയ്ത് ഉടൻ തന്നെ വിപണനത്തിന് കൽപ്പറ്റ നഗരത്തിലേക്ക് വണ്ടിയിൽ എത്തിക്കുന്നു. ഫ്രഷ് പാലിന് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ കർഷകരുടെയും സംഘത്തിന്റെയും അധിക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട പരിമിതികൾ മൂലം പ്രതിദിനം 180 ലിറ്റർ പാലാണ് നിലവിൽ വിൽക്കുന്നത്. അര ലിറ്ററിന്റെ കുപ്പികളാണ് കൽപ്പറ്റ നഗരവാസികളിൽ എത്തുന്നത്. പാൽ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അവധി ദിവസങ്ങളിലോ കർഷകരെ അറിയിച്ചിട്ടോ അവർക്ക് പാൽ നൽകുന്ന പൂവാരികളെ ഓമനിക്കാനും അവസരമുണ്ട്. കേരളത്തിലെ 3600ഓളം വരുന്ന ക്ഷീരസഹകരണ സംഘങ്ങളിൽ വെച്ച് വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷീരസംഘമാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ബ്ലോക്കിലുള്ള തരിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘം. കർഷകരിൽ നിന്ന് പാൽ സംഭരിക്കുക, വിപണനം ചെയ്യുക എന്നതിനു പുറമെ വളരെ വൈവിധ്യവൽക്കരിച്ച ധാരാളം പ്രവർത്തനങ്ങൾ ഈ സംഘത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. വളരെ വിഷരഹിതമായ പച്ചക്കറിയുടെ സംഭരണം, കോഴിമുട്ടയുടെ സംഭരണം,
അതുപോലെ JLG ഗ്രൂപ്പ്, സ്കൂൾ ഡയറി ക്ലബ്ബ് ആക്ടിവിറ്റീസ്, കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സംഘതലത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം വളരെ പ്രോത്സാഹനപരമായ ഒരു സമീപനവും സഹകരണവുമാണ് സംഘം ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നുള്ളത്. ക്ഷീരവികസന വകുപ്പിന്റെ ധാരാളം പദ്ധതി പ്രവർത്തനങ്ങളും ഈ ക്ഷീരസഹകരണ സംഘം മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ സംഘത്തിനുള്ളത്. സ്വന്തമായി കെട്ടിടം, ഫെസിലിറ്റേഷൻ സെന്റർ, അതുപോലെ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും നടപ്പിലാക്കാനും മറ്റും വളരെ മികച്ച സഹകരണമാണ് തരിയോട് ക്ഷീരസംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. വളരെ വൈവിധ്യവൽക്കരണം ഈ സംഘത്തിലെ മറ്റ് ക്ഷീരസഹകരണ സംഘങ്ങൾക്കും കർഷകർക്കും ഒക്കെ തന്നെ നല്ലൊരു മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. സമ്മിശ്ര കൃഷിരീതികൾ എന്നും കർഷകർക്ക് അധിക വരുമാനമാണ് നേടിക്കൊടുക്കുന്നത്. തരിയോടിലെ ക്ഷീര കർഷകർക്ക് സംഘം മുൻകൈയെടുത്ത് പച്ചക്കറി വിത്തുകളും തൈകളും മുട്ടക്കൊഴികളും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കർഷകരുടെ കീടനാശിനി ഉപയോഗിക്കാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുട്ടയും സംഘത്തിൽ സംഭരിക്കുന്നു. മറ്റേത് വിപണിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ മികച്ച വില കർഷകർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഏത്തപ്പഴം, കറിവേപ്പില, മുരിങ്ങയില, പപ്പായ, കിഴങ്ങുവിളകൾ, വെള്ളരി, പടവലം, പാവൽ, മത്തൻ, കോളിഫ്ലവർ, ബ്രൊക്കോളി, കാബേജ്, ചീര, വഴുതന, ആകാശവെള്ളരി, പാഷൻ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട്, മാങ്ങ തുടങ്ങി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ കാർഷിക വിളകൾ എല്ലാം തന്നെ സംഘം വാങ്ങുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വയനാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അന്ന് സംഭരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുട്ടയും വിപണനം ചെയ്യുന്നു. അധികമുള്ളവ മിൽമ ഫ്രഷ്, ആരോമ ഫ്രഷ് മുഖേന വിപണനം ചെയ്യുന്നു. പാലുൽപാദനത്തിൽ മുഖ്യസ്ഥാനമാണ് തീറ്റപ്പുൽ കൃഷി വികസന പ്രവർത്തനങ്ങൾക്കുള്ളത്. ചിലവ് കുറയ്ക്കുന്നതിനും കറവുമാടുകൾക്ക് മികച്ച തീറ്റ നൽകുന്നതിനുമായി 1 ഏക്കറിലധികം സ്ഥലത്ത് വനിതകൾ നടത്തുന്ന തീറ്റപ്പുൽ കൃഷി മികച്ച ഒരു മാതൃകയാണ്. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനോടൊപ്പം തീറ്റപ്പുല്ല് ആവശ്യമുള്ളവർക്ക് കിലോയ്ക്ക് 3 രൂപ നിരക്കിൽ പുല്ല് വിൽക്കാറുണ്ട്. പുല്ല് ചാപ്പ് കട്ടറിൽ അരിഞ്ഞു വിൽക്കുന്ന സാധ്യതയും ഈ വനിതാ ഗ്രൂപ്പ് കർഷകർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പ് സാങ്കേതിക സഹായവും 75,000 രൂപ ധനസഹായവും ഈ പുൽത്തോട്ടത്തിന് നൽകിയിട്ടുണ്ട്. യുവതലമുറയെ ക്ഷീരമേഖലയിലെ കണ്ണികളാക്കി മാറ്റുന്നതിന് ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്കൂൾ ഡയറി ക്ലാസുകൾ. കൽപ്പറ്റയിലെ ഏക ഡയറി ക്ലബ് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. പാലുൽപ്പന്ന നിർമ്മാണം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കരിയർ ഗൈഡൻസ്, അവധിക്കാല ക്യാമ്പുകൾ തുടങ്ങിയ അനേകം പ്രവർത്തനങ്ങൾ ഇവിടെ കുട്ടികൾക്ക് നൽകുന്നു. 3 വർഷമായി ഇവിടുത്തെ ഡയറി ക്ലബ്ബ് ആരംഭിച്ചിട്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചേർന്നിട്ട് തന്നെ ഈ ഡയറി ക്ലബ്ബിൽ 3 വർഷമായി. വളരെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഡയറി ക്ലബ്ബിൽ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ 50 കുട്ടികൾക്ക് കോഴീനെ തന്നിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അതുകൊണ്ടൊരു വരുമാനം, സ്വയം വരുമാനം തന്നെ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. മുട്ടയൊക്കെ വിറ്റിട്ട് പിന്നെ
സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു വെക്കേഷന് ഞങ്ങൾക്ക്. ഈ 2 മാസം വെക്കേഷന് ഇപ്പോൾ വെറുതെ TV ഉണ്ടോ അങ്ങനെ കളയുന്ന സമയത്ത് നല്ല നല്ല പാഠങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങളും ഒരുക്കി തന്നിട്ട് നല്ലൊരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. നാടൻപാട്ട് ക്യാമ്പ്, പിന്നെ ഒരിഗാമിനെ കുറിച്ച് ക്ലാസ് എടുത്തു തന്നു, വാന നിരീക്ഷണം, പിന്നെ സ്റ്റേറ്റിൽ ഏറ്റവും നല്ല മികച്ച കർഷകന് അവാർഡ് ലഭിച്ച എൽദോ ചേട്ടൻ്റെ നല്ല നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് നല്ല ക്ലാസ് ഞങ്ങൾക്ക് ഈ ഡയറി ക്ലബ്ബ് ചേർന്നോടെ കിട്ടി. സ്കൂളുകളിൽ തന്നെ പാലുൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സെയിൽസ് കൗണ്ടർ ഉണ്ട്. ക്ലബിലെ അംഗങ്ങൾക്ക് പശുവിനെ വളർത്താനും നൽകുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികളിലൂടെ 42 ലക്ഷം രൂപ ധനസഹായത്തോടെ നിർമ്മിച്ച മികച്ച കെട്ടിടമാണ് സംഘത്തിനുള്ളത്. പാൽ സംഭരണം, ഗുണനിലവാര പരിശോധന, സംഘം ഓഫീസ്, ഗോഡൌൺ എന്നിവയ്ക്ക് പുറമെ ഫാർമർ ഇൻഫർമേഷൻ കം ഫെസിലിറ്റേഷൻ സെന്ററും ഇവിടെയുണ്ട്. കർഷകർക്കായി വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർഷകർക്ക് ക്ഷീരമേഖലയെക്കുറിച്ച് വിവിധ വിവരങ്ങൾ ലഭ്യമാകുന്നതിനും പാൽവില, ഗുണനിലവാരം തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നതിനുമായി ഡയറി ഇൻഫർമേഷൻ കിയോസ്കും സംഘത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ക്ഷീരകർഷകന് തന്റെ ഡിജിറ്റൽ പാസ്ബുക്കായിട്ട് ഈ കിയോസ്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ ക്ഷീരവികസന വകുപ്പിനെ സംബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങൾ, അതുപോലെ നാട്ടറിവുകൾ, മൃഗചികിത്സ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിലപ്പെട്ട പല വിവരങ്ങളും ഈ കിയോസ്ക് വഴി കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കും. വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്നാണ് ഈ കിയോസ്കിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ള പ്രധാന കാര്യം. സംഘപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് അക്കൗണ്ടിങ്ങും മറ്റും പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സംഘത്തിലെ ലാബ് ഫുള്ളായിട്ട് ഇപ്പോൾ ഓട്ടോമേഷൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കർഷകർ പാലിനെ സംബന്ധിച്ചുള്ള അവരുടെ സംശയങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. പോലെ മിൽമയിൽ നിന്ന് ഞങ്ങൾക്ക് ആവറേജ് 35 രൂപ 30 പൈസയാണ് കിട്ടുന്നത്. പക്ഷേ കർഷകർക്ക് ഞങ്ങൾ 33 രൂപ 73 പൈസ ആവറേജ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓട്ടോമേഷൻ വന്നതിന് ശേഷം തന്നെ കർഷകർക്ക് കിട്ടുന്ന വിലയിൽ നല്ല വർധനവുണ്ടായിട്ടുണ്ട്. സംഘത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നതിന് CCTV സൗകര്യം സെക്രട്ടറിയുടെ മുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും വിപുലപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് 9 അംഗ ഭരണസമിതിയും 13 ജീവനക്കാരും. കൂടെ എല്ലാവിധ സഹായഹസ്തവുമായി ക്ഷീരവികസന വകുപ്പുമുണ്ട്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीमलेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
ഗോവർദ്ധനി പദ്ധതിയിൽ ആനുകൂല്യം. കൂൺ കൃഷിയിൽ തൊഴിലധിഷ്ഠിത പരിശീലനം. കുടപ്പനക്കുന്നിൽ കോഴിലേലം. വാർത്തകൾ വിശദമായി. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഗോവർദ്ധനിയിൽ 4 മുതൽ 6 മാസം പ്രായമായ കന്നുകുട്ടികളെ ഉൾപ്പെടുത്താവുന്നതാണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കന്നുകുട്ടികൾക്ക് 32 മാസം വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കൂടാതെ പ്രദേശത്തെ തിരഞ്ഞെടുത്ത ക്ഷീരസംഘങ്ങൾ വഴി ഇവയ്ക്ക് നിശ്ചിത അളവിൽ തീറ്റ വിതരണവും നടത്തുന്നതാണ്. കന്നുകുട്ടികളുടെ വളർച്ച, പ്രത്യുൽപാദനക്ഷമത എന്നിവ നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് മൃഗസംരക്ഷണ വകുപ്പ് കാലാകാലങ്ങളിൽ നിഷ്കർഷിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വിരമരുന്നുകൾ, ധാതു ലവണ മിശ്രിതം എന്നിവ കൃത്യമായി ഈ പദ്ധതിയിലൂടെ നൽകും. 2017-18 വർഷത്തിൽ ഗോവർദ്ധനി പദ്ധതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ 1028 കന്നുകുട്ടികൾക്ക് ആനുകൂല്യം നൽകാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ കൃഷി ചെയ്യുന്നതിനായി വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ സൌജന്യമായി നൽകുന്നു. കർഷകർ കരമടച്ച രസീതിന്റെയും ആധാറിന്റെയും കോപ്പിയുമായി കൃഷിഭവനിൽ എത്തിച്ചേരണമെന്ന് ഭരണിക്കാവ് കൃഷി ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാടിൽ വെച്ച് നാളെ മുതൽ 24-ാം തീയതി വരെ രാവിലെ 10 മുതൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് 0469 266 2094. പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ കൃഷിക്ക് അനുയോജ്യമായ താറാവ് വളം ലഭ്യമാണ്. താറാവ് വളം ആവശ്യമുള്ളവർ നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നേരിട്ടോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. 0469 271 1898. ആലപ്പുഴ മാവേലിക്കര ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഫാമിൽ ചീര, പയർ, മത്തൻ, നിത്യവഴുതന, വെള്ളരി എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447 78 9261. സർക്കാർ സംരംഭമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കുടപ്പനക്കുന്ന് ബ്രോയിലർ ബ്രീഡിംഗ് ഫാമിലെ മുട്ട ഉൽപാദനം കഴിഞ്ഞതും മാതൃപിതൃ ശേഖരത്തിൽപ്പെട്ടതുമായ കോഴികളെ നാളെ രാവിലെ 11:30 പൊതുലേലം ചെയ്തു വിൽക്കുന്നു. ഏകദേശം 2500 കോഴികളെയാണ് കെപ്കോയുടെ ഫാമിൽ വെച്ച് ലേലം ചെയ്യുന്നത്. തിരുവല്ല ബോധനയുടെ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 29-ന് കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലന ഫീസ് 200 രൂപ. വിശദവിവരങ്ങൾക്ക് 0469 260663, മറ്റൊരു നമ്പർ 9446 009688. ഭാരതത്തിലെ തനത് ജനുസിൽപ്പെട്ട കന്നുകാലി വർഗ്ഗങ്ങളെ ശാസ്ത്രീയമായി പരിപാലിക്കുന്ന ക്ഷീര കർഷകർക്ക് നൽകുന്ന കാമധേനു പുരസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അമൃതധാര ഗോശാലയുടെ ഉടമ VR അജയ്കുമാറിന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഷീൽഡും അടങ്ങിയതാണ് അവാർഡ്. ലോക ക്ഷീരദിനമായ ജൂൺ 1-ാം തീയതി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി രാധാമോഹൻ സിംഗ് അവാർഡ് സമ്മാനിച്ചു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനായിരുന്നു അവാർഡ് നിർണയത്തിന്റെ ചുമതല. കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കടൽപ്പായലുകളിൽ നിന്ന് കടൽമീൻ എന്ന ട്രേഡ് മാർക്കിൽ പ്രമേഹൌഷധം നിർമ്മിച്ച് പുറത്തിറക്കി. ക്യാപ്സൂൾ രൂപത്തിലാണ് കടൽമീൻ പ്രമേഹൌഷധം വിപണനം ചെയ്യുന്നത്. സൂക്ഷിപ്പുകാലം കൂടുതലുള്ള ഈ ഔഷധം ടൈപ്പ് 2 പ്രമേഹത്തിന് ഉത്തമമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വെളിപ്പെടുത്തി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളാനിക്കരയിൽ ഹൈടെക് കൾട്ടിവേഷനിൽ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. SSLC യോഗ്യതയുള്ള യുവതി യുവാക്കളെയാണ് പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. താൽപര്യമുള്ളവർ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിലെ ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റുമായി ബന്ധപ്പെടുക. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,500 രൂപ, കോഴിക്കോട് 14,300 രൂപ, തൃശൂർ 12,300 രൂപ. കൊപ്ര കൊച്ചി 8,410 രൂപ, കോഴിക്കോട് 9,100 രൂപ, തൃശൂർ 8,415 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 48,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 50,500 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ചുക്ക ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ സേലം 8,400 രൂപ, ഈറോഡ് 8,700 രൂപ. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,500 രൂപ, കൊപ്ര 8,410 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 48,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 50,500 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ചുക്ക ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ.
അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 150-നും 170-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 525-നും മധ്യേ. ഗ്രാമ്പു 670 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000 രൂപ. റബ്ബർ RSS 4-ാം ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 8,200 രൂപ. ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് കയറ്റുമതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വൻ ഇടിവ്. 2017 കാലയളവിൽ കയറ്റുമതി 17,600 ടണ്ണിൽ ഒതുങ്ങി. തൊട്ടു മുൻ വർഷം കുരുമുളക് കയറ്റുമതി 28,100 ടണ്ണായിരുന്നു. അതേസമയം ഇറക്കുമതിയിൽ വൻ കുതിച്ചുചാട്ടം അനുഭവപ്പെട്ടു. കൊച്ചിയിൽ പുതിയ കുരുമുളക് കിലോ 470 രൂപ. വണ്ടൻമേട്ടിലെ ഏലക്ക ലേലത്തിന് വന്ന ചരക്കിൽ ഭൂരിഭാഗം ചരക്കും ഇന്ന് വിറ്റഴിഞ്ഞു. അന്തർ സംസ്ഥാന ഇടപാടുകാരും കയറ്റുമതിക്കാരും ഏലക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 1,210 രൂപയിലും ശരാശരി ഇനങ്ങൾ 986 രൂപയിലുമാണ്. മൊത്തം 33,480 കിലോഗ്രാം ഏലക്ക ലേലം കൊണ്ടു. തെളിഞ്ഞ കാലാവസ്ഥ മുൻനിർത്തി മധ്യകേരളത്തിലെ ചെറുകിട കർഷകർ റബ്ബർ ടാപ്പിംഗിന് താൽപര്യം കാണിച്ചു. മുഖ്യവിപണികളിൽ റബ്ബർ ക്ഷാമം തുടരുന്നതിനിടയിലും ഉൽപ്പന്ന വില ഉയർത്താൻ ടയർ നിർമ്മാതാക്കൾ തയ്യാറായില്ല. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയതുമൂലം സംസ്ഥാനത്തെ മുഖ്യവിപണികളിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.8 24, കൊച്ചി 30.4 24.6, ആലപ്പുഴ 31.8 25.4, പുനലൂർ 33 25, തിരുവനന്തപുരം 32.3 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.